ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏറെ വിശുദ്ധിയാൽ നിറഞ്ഞ ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ ആത്മാവ് തന്ന തിരുവചനത്തെ നമ്മളൊന്ന് ഒരല്പനിമിഷം ചിന്തിക്കുകയാണ്. പത്രോസ് ലേഖയുടെ 1-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 23-ാം തിരുവചനം. നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല, പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല. പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത്. ഹല്ലേലൂയ. നിന്ദിക്കുമ്പോൾ പകരം നിന്ദിക്കാതെ, പീഡിപ്പിക്കുമ്പോൾ പകരം പീഡിപ്പിക്കാതെ എല്ലാം ഈശോയ്ക്ക് കൊടുക്കുവാനാണ് പത്രോസ് ലീഹ ആഹ്വാനം ചെയ്യുന്നത്. കർത്താവിനെല്ലാം വിട്ടുകൊടുക്കുക. ആ വിധിക്കുന്നവനായ, നീതിയോടെ വിധിക്കുന്നവനായ ഈശോയ്ക്കെല്ലാം കൊടുത്താൽ, വിട്ടുകൊടുത്താൽ കർത്താവ് നമ്മെ ഉയർത്തും. കർത്താവ് ഒരാളെ ഉയർത്തുവാൻ തീരുമാനിച്ചാൽ ആരൊക്കെ കൂടി അവനെ ഞെരുക്കാനും പീഡിപ്പിക്കുവാനും നിന്ദിക്കാനും അപമാനിക്കാനും ഒക്കെ ശ്രമിച്ചാലും അവൻ ഉയർന്നിരിക്കുമെന്നേ. ഹല്ലേലൂയ. നമുക്കറിയാം ഏറ്റവും വലിയൊരു ഉദാഹരണം പൂർവ്വ യോസേഫ്. ഇത് നല്ലൊരു ഉദാഹരണമാണ്. കൂടപ്പിറപ്പുകൾ ചെയ്യാവുന്നിടത്തോളം ദ്രോഹം ചെയ്ത് പൊട്ടക്കിണറ്റിലിട്ടിട്ടും ഈജിപ്തിലെ അടിമ വ്യാപാരികൾക്ക് വിറ്റിട്ടും പൊത്തിഫറിന്റെ വീട്ടില് ദാസ്യപ്രവൃത്തി ചെയ്തു വേണ്ടി വന്നിട്ടും തടവറയിൽ കിടക്കേണ്ടി വന്നിട്ടും കർത്താവ് മനസ്സായപ്പോൾ, കർത്താവിന്റെ നേരമായപ്പോൾ അവനെ അങ്ങ് ദൈവം ഉയർത്തി. ദാവീദിനെ കൊല്ലാൻ സാവൂൾ നോക്കിയെങ്കിലും കർത്താവ് ഉയർത്തിയപ്പോൾ ദാവീദ് ഉയർന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് മറ്റുള്ളവരെ കളിയാക്കുന്ന ഒരു പ്രകൃതം, വേദനിപ്പിക്കുന്ന ഒരു ജീവിത രീതി ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവത്തിന് വിട്ടുകൊടുക്കുക, അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക. മറ്റുള്ളവരെ കളിയാക്കിയിട്ട് എല്ലാവരെയും ചിരിപ്പിക്കുന്ന ഒരു വ്യക്തിയായി ഞാനും നീ അതമ്പതിക്കരുത്. അങ്ങനെ ചെയ്താൽ നമ്മൾ പരിഹസിച്ചവർ നമ്മുടെ കൺമുൻപിൽ ഉയരുന്ന ഒരു കാഴ്ച നമുക്ക് ദൈവം കാണിച്ചു തരും. അപ്പോൾ നമ്മൾ തന്നെ സ്വയം ഒരു പരിഹാസ്യരായി തീരും. അതുകൊണ്ട് നിന്ദിക്കുമ്പോൾ പകരം നിന്ദിക്കാതെ എല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. കർത്താവ് ഒരാളെ ഉയർത്താനായിട്ട് ഒരു സമയം കരുതി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ദൈവം ആ വ്യക്തിയെ ഉയർത്തിയിരിക്കും. കണ്ണടച്ചേ ഈശോയുടെ ആ തിരുവിലാവിലേക്ക് നമ്മളെ ഇന്ന് വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, മറ്റുള്ളവരെ എന്തിൻ്റെ പേരിലാണെങ്കിലും പരിഹസിക്കുവാൻ എനിക്ക് അവകാശമില്ലെന്ന് ഈ വചനത്തിലൂടെ ഞാൻ തിരിച്ചറിയുന്നു. ഈശോയെ, അറിവില്ലായ്മ കൊണ്ട് മുൻകാലങ്ങളിൽ മറ്റുള്ളവരെ പരിഹസിച്ചതിനെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. ഞാൻ നേരിടേണ്ടി വന്ന അപമാനങ്ങളെ ഒക്കെ ഈ സമയത്ത് ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ അതിനെയൊക്കെ അങ്ങ് പ്രാർത്ഥനയാക്കുന്നു. അപ്പ, ലോകം തളർത്തിയാലും എന്നെ ഉയർത്തുന്ന കർത്താവേ, നിന്റെ കരുണയില് ഞാൻ ആഴത്തിൽ ആശ്രയിച്ച് ഏറ്റുപറയുന്നു. ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ആമേൻ.